പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിബി രാജേഷ്. നടി നൽകിയ പീഡന പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ നടൻ ജയസൂര്യ ഉടൻ കേരളത്തിലേക്ക് എത്തിയേക്കില്ല എന്ന് റിപ്പോർട്ട്. കേരളത്തിലെത്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കും എന്ന ഭയം താരത്തിനുണ്ട് എന്ന് സുഹൃത്തുക്കൾ അറിയിച്ചു. നിലവിൽ ന്യൂയോർക്കിലാണ് ജയസൂര്യ ഉള്ളത്. ജയസൂര്യ ഉടൻ നാട്ടിലേക്ക് മടങ്ങില്ല എന്നാണ് വിവരം. മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമം നടത്തുന്നുണ്ട്. ഹൈക്കോടതിയുടെ തീരുമാനം ഉണ്ടാകുന്നതുവരെ ജയസൂര്യ വിദേശത്ത് തുടരും എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം സുഹൃത്തുക്കൾ ജയസൂര്യയെ ബന്ധപ്പെട്ടിരുന്നു. നാട്ടിലെത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്നും ജയിലിൽ പോകേണ്ടി വരുമെന്നുള്ള പേടി ജയസൂര്യയ്ക്ക് ഉള്ളതിനാലാണ് വിദേശത്ത് തുടരുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ന്യൂയോർക്കിൽ നിന്ന് ദുബായിലെത്തിയാലും അവിടെ നിന്ന് നാട്ടിലേക്ക് വരുന്നില്ല എന്നാണ് ജയസൂര്യ അറിയിച്ചതെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. പരാതിയിൽ ഹൈക്കോടതി എന്ത് തീരുമാനം എടുക്കുന്നതോ എന്ന് അനുസരിച്ചായിരിക്കും ജയസൂര്യ നാട്ടിലെത്തുക. ഇന്നലെയാണ് ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. 2008 ബാലചന്ദ്രമേനൻ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ഒരു ഭാഗം സെക്രട്ടേറിയറ്റിൽ വെച്ച് ചിത്രീകരിച്ചിരുന്നു. ഇതിനിടെ ജയസൂര്യ മോശമായി പെരുമാറിയെന്നാണ് നടിയുടെ പരാതി. നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലൈംഗികാതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പരാതി നൽകിയതിന് പിന്നാലെ നടിയുടെ ആലുവയിലെ വീട്ടിലെത്തി പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തിരുന്നു. ജയസൂര്യ അടക്കം സിനിമാ മേഖലയിലെ 7 പേർക്കെതിരെയാണ് നടി പരാതി നൽകിയിരിക്കുന്നത്. ജയസൂര്യക്കെതിരെ സെക്ഷൻ 354, 354A, 509 എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതേസമയം കേസിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കും. സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരുടെയും മൊഴി കന്റോൺമെന്റ് പോലീസ് രേഖപ്പെടുത്തുമെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്.